ഹായ് ഹലോ എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. അതിൽ എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. വ്യത്യസ്ത തരം റോബോട്ടുകളുടെ ചിത്രം നോക്കൂ. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം? റോബോട്ടുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില സാധാരണ ജോലികൾ എന്തെല്ലാമാണ്? കുക്കിംഗ്, ക്ലീനിങ്, പിന്നെയോ മാനുഫാക്ചറിങ്, ഫാർമസി അസിസ്റ്റൻസ്, സ്വിങ്, ഷൂ മേക്കിംഗ്, ഹോട്ടൽ സർവീസസ്. നെക്സ്റ്റ് നോക്കൂ. ഹാവ് യു എവർ സീൻ ഓർ ഹിയർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ്? യെസ് ഓർ നോ? വീട്ടിൽ സഹായിക്കുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്. നെക്സ്റ്റ്, ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? വീട്ടിൽ ഒരു റോബോട്ടിന്റെ ഒരു സേവനം കിട്ടിയാൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? അതിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുമെന്നാണ് ചോദിച്ചത്. ഐ ഗോട്ട് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, ഐ വുഡ് മേക്ക് ഇറ്റ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ് സച്ച് ആസ് കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, ഗാർഡനിങ് ആൻഡ് അറേഞ്ചിങ് മൈ ബുക്സ് ആൻഡ് ക്ലോത്ത്സ്. അങ്ങനെ ഒരു റോബോട്ടിന് എൻ്റെ വീട്ടിൽ സർവീസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് മേക്ക് ഇറ്റ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ് സച്ച് ആസ് കുക്കിംഗ്. ഇതിനൊക്കെ കുക്കിങ്ങിന്, പാചകം ചെയ്യാൻ, ക്ലീനിങ്, വൃത്തിയാക്കാൻ, വാഷ് ചെയ്യാൻ അല്ലേ, പിന്നെ ഗാർഡനിങ് ആൻഡ് അറേഞ്ചിങ് മൈ ബുക്സ് ആൻഡ് ക്ലോത്ത്സ്, പൂന്തോട്ട പരിപാലനത്തിനും അതുപോലെ തന്നെ എൻ്റെ ബുക്കുകളൊക്കെ അറേഞ്ച് ചെയ്യാനും ഞാൻ അതിനെ ഉപയോഗിക്കും. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസസിൻ്റെയും അതുപോലെ ഗാഡ്ജറ്റ്സിൻ്റെയും പേര് പറയാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സ്മാർട്ട് ഫോൺ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, സൗണ്ട് സിസ്റ്റം, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വൈ ആർ റിക്കീസ് ഹാബിറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ലോവൻലി? റിക്കിയുടെ ഹാബിറ്റ്സിനെ എന്തുകൊണ്ടാണ് സ്ലോവൻലി അല്ലെങ്കിൽ അലസത എന്ന് വിശേഷിപ്പിക്കുന്നത്? റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി ബിക്കോസ് ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. റിക്കിയുടെ ശീലങ്ങളെ അലസമായ ശീലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അവൻ അവന്റെ സാധനങ്ങളെല്ലാം പലയിടത്തായിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. വാട്ട് ഹൗസ് ഹോൾഡ് ചോർസ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? ബട്ട്ലർ റോബോട്ട് എന്തെല്ലാം വീട്ടുപണികളാണ് എടുത്തിരുന്നത്? ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിംഗ്, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അത് വന്ന ഉടനെ തന്നെ ചെയ്യുന്നത് കുക്കിംഗ്, പാചകം ചെയ്യും, വൃത്തിയാക്കും, ഡ്രസ്സൊക്കെ അയൺ ചെയ്യും. പക്ഷെ പ്രധാനമായിട്ടും ചെയ്യുന്ന ജോലി എന്തായിരുന്നു? റിക്കിയുടെ ഡ്രസ്സൊക്കെ തറയിൽ നിന്ന് പെറുക്കിയെടുക്കലായിരുന്നു. നെക്സ്റ്റ് നോക്കൂ. വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? അവൻ കയ്യോടെ പിടിച്ചു എന്ന് ഓതർ അർത്ഥമാക്കുന്നത് എന്താണ്? The author means that Ricky caught the robot doing something wrong. Here Ricky misunderstood the robot. He thought the robot had stolen his t-shirts. ഓതർ മീൻ ചെയ്യുന്നത്? റോബോട്ട് എന്തോ തെറ്റ് ചെയ്തപ്പോൾ റിക്കി അവനെ പിടിച്ചു എന്നാണ്. റിക്കി തെറ്റിദ്ധരിച്ചു, റോബോട്ട് അവന്റെ ടീഷർട്ട് മോഷ്ടിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു. ഫോർത്ത് നോക്കൂ. Here, sir, I did not know it was bothering you. What does the robot mean? Robot had seen Ricky's things lying scattered on the floor. It was thought that he did not need them. The robot was programmed to collect all that was not wanted. The robot did know that taking Ricky's belonging was bothering him. വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? റിക്കിയുടെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് നാണം തോന്നി. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി എന്ത് തീരുമാനിച്ചു? ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ. എന്തെല്ലാം മാറ്റങ്ങളാണ് റിക്കിയുടെ സ്വഭാവത്തിൽ വന്നത്? റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് നാണം തോന്നി. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആകാൻ തീരുമാനിച്ചു. He put real care into how he treated his things. He kept them tidy and made sure he did not have more than what was necessary. And he took a leaf out of the robot's book. With his pocket money, he began to help people and buy needful things for them.
തൻ്റെ സാധനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതുപോലെ തന്നെ അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനും തീരുമാനിച്ചു. അതുപോലെ തന്നെ എന്താണ് തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാനും അവൻ തീരുമാനിച്ചു. ആക്ടിവിറ്റി 1. These are some of the events that are described in the story. Read them carefully. Ricky searches for his missing t-shirt and football. Ricky's parents purchase the butler robot. Ricky complains to his parents about the butler robot. Ricky's mother gives him chores to do around the house. Ricky starts taking better care of his possessions. Ricky decides to become a maximum efficiency boy. Ricky wakes up to find his room perfectly clean and tidy. Ricky follows the butler robot around the house to spy on it. Ricky catches the butler robot red-handed. Ricky becomes ashamed of how he treated his belongings. Arrange the events in order. ഇതെല്ലാം ഓർഡറിലാക്കിയിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Ricky parents purchase the butler robot. Ricky's mother gives him chores to do around the house. Ricky wakes up to find his room perfectly clean and tidy. Ricky searches for his missing t-shirt and football. Ricky follows the butler robot around the house to spy on it. Ricky catches the butler robot red-handed. Ricky complains to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky starts taking better care of his possessions. Ricky decides to become a maximum efficiency boy. Write a paragraph using the events described above. മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പാരഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Ricky's parents bought a butler robot. Ricky's mother gives him chores to do around the house. One morning, Ricky woke up and found his room perfectly clean and tidy. But soon he realized that his favorite t-shirt and football were missing. He searched for his missing t-shirt and football everywhere. He followed the butler robot around the house to spy on it. Ricky caught the butler robot red-handed. Ricky complained to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky started taking better care of his possessions. Ricky decided to become a maximum efficiency boy. Activity 2. We saw a change in Ricky's behavior at the end. റൈറ്റ് ദം ബിലോ. നമ്മൾ എന്താണ് റിക്കിയുടെ ബിഹേവിയർ ചേഞ്ച് ആയത് കണ്ടുല്ലേ, അതെന്തൊക്കെയാണെന്ന് താഴെ എഴുതാൻ. ബിഫോർ ആൻഡ് ആഫ്റ്റർ, മുമ്പ് എങ്ങനെയായിരുന്നു ശേഷം എങ്ങനെയായിരുന്നു എന്നാണ്. ബിഫോർ, റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. ആഫ്റ്റർ, റിക്കി ബിക്കേം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. Before, he just threw his belongings all over the place without caring. After, he started to keep his room neat and tidy. He cared for nothing. He began to help people and buy needful things for them. Ricky complains to his parents about the butler robot. After, Ricky becomes ashamed of how he treated his belongings. Before, he was slovenly in his habits. After, he became a maximum efficiency boy. Activity 3. Ricky tells his best friend Robin about the robot that his father bought. Write the conversation between Ricky and Robin. റിക്കി തന്റെ ഫ്രണ്ടായ റോബിനോട് അവന്റെ അച്ഛന് വാങ്ങിക്കൊടുത്ത ഒരു റോബോട്ടിനെ കുറിച്ച് പറയുന്നതാണ്. ആ ഒരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. റിക്കി, ഹേ, യു വിൽ നോട്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. ബാക്കി നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് എഴുതേണ്ടത്? റിക്കി, ഹേ, യു വിൽ നോട്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. റോബിൻ, വാട്ട്, എ റോബോട്ട്? ഇറ്റ്സ് റിയലി അമേസിംഗ്. റിക്കി, yeah, it is the latest model of a butler robot. It can cook, clean, and iron the clothes. Robin, amazing. How lucky you are. Ricky, but something weird happened. Robin, what happened? Ricky, I could not find my favorite t-shirt and my football. It took my things without my permission. Robin, didn't you inform your parents? Ricky, yes, but they did not believe me. I caught the robot red-handed. Robin, oh, that's strange. Maybe the robot is trying to help you. Ricky, yeah, it collects unwanted things and puts them to places
where other humans can use them. Robin, that's awesome. The robot is a wonderful device. Ricky, yes, really awesome. Activity 4. Read the following part from the story. കഥയിൽ നിന്നുള്ള അടുത്ത ഭാഗം വായിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. Father, you are wrong, Ricky. You don't understand how a robot works. Ricky, I can agree with you. A robot will be a big problem if it is not properly programmed. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഇതില്? എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. അച്ഛൻ പറയുകയാണ് എന്താണ്, ഈ റോബോട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നോക്കൂ അത് എന്തൊക്കെയാണ്, അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു. റിക്കി എന്ത് പറയുന്നു? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല. ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവൻ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ഫാദർ എന്താ പറയുന്നത്? യു ആർ റോങ്. നിനക്ക് തെറ്റി റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ല. റിക്കി പറയുന്നത് എന്താ? ഐ ക്യാൻ അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളോട് യോജിക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർലി പ്രോഗ്രാംഡ്. ആ ഒരു റോബോട്ട് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രോബ്ലം തന്നെയാണെന്ന് പറയാണ്. ഇനി പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെന്റ്. ഈ പാസേജിൽ നിന്ന് പിക്ക് ഔട്ട് എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെന്റ്. വിയോജിപ്പ് കാണിക്കുന്ന എന്താണ് ഇത് പദങ്ങൾ, വാക്കുകൾ അല്ലെ സെന്റൻസ് ഇതിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഐ ഡോണ്ട് തിങ്ക് സോ. He is doing more harm than good. You are wrong, Ricky. You don't understand how a robot works. I can't agree with you. ഇതെല്ലാം വിയോജിപ്പ്, ഒരു എതിർപ്പ് കാണിക്കുന്ന എന്താണ് പദപ്രയോഗങ്ങളാണ്. Now, let's find out what Adul and Anju have to say about robots. നമുക്ക് അതുലും അഞ്ജും എന്താണ് റോബോട്ടിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. അതുൽ, I think robots are awesome. They can do so many things that humans cannot. Anju, yes, Adul, I agree. They can do cool stuff, but there are some downsides to them too. ഇതിലെന്താ പറയുന്നത്? റോബോട്ട് ഒരു ആവശ്യമാണ്. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ റോബോട്ട് ചെയ്യുന്നു. പഞ്ചു എന്താ പറയുന്നത്? ഞാൻ ഓക്കെ അതിനോട് യോജിക്കുന്നു, പക്ഷെ എന്താണ്, റോബോട്ട്സിന് ചില പോരായ്മകളുമുണ്ട് എന്ന് പറയുന്നു. അതുൽ, I totally get that, but let's talk about the advantages first. Robot can work 7 out of 24 without getting tired. അതൊക്കെ ശരിയാണ്. എന്നാലും നമുക്ക് എന്താണ് റോബോട്ടിന്റെ ഗുണങ്ങൾ ആദ്യം പറയാം. റോബോട്ടിന് വർക്ക് ചെയ്യാൻ പറ്റും. എന്ത്? 7 ദിവസത്തിലും 24 മണിക്കൂറും എന്താണ് റോബോട്ടിന് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് 7 വീക്സിൽ 7 ഡേയ്സ് അല്ലേ, അതിൽ 24 അവേഴ്സും വർക്ക് ചെയ്യാൻ പറ്റും ക്ഷീണമില്ലാതെ. അഞ്ചു, ദാറ്റ്സ് ട്രൂ. അത് സത്യമാണ്. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ്. അവർക്ക് എന്താണ് നല്ലൊരു ഹെൽപ്പർ ആവാൻ കഴിയും. എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. പ്രത്യേകിച്ച് ഫാക്ടറികളിൽ അവർക്ക് സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുൽ, എക്സാക്ട്ലി. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്. എന്താണ് കൃത്യമായി പറഞ്ഞാൽ ആഴമുള്ള കടലുകളിലേക്കും പിന്നെ ബഹിരാകാശത്തേക്കൊക്കെ അവർക്ക് പോവാനായിട്ട് സാധിക്കും. Anju, I see your point, but what about robots taking jobs away from people? Azul, you have a good point there. That can be disadvantages, but they can also create new jobs in the field of robotics. Anju, that's true, but not everyone can afford a robot. They can be expensive to build and maintain. എന്താ പറയുന്നത്? റോബോട്ടുകൾ വന്നതോട് കൂടിയിട്ട് എന്താണ് ആളുകൾക്ക് ജോലി അവിടെ ഇല്ലാതാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റോബോട്ട് എല്ലാവർക്കും കിട്ടില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലെ. എല്ലായിടത്തും റോബോട്ടിനെ കിട്ടില്ല. റോബോട്ട് ഉണ്ടാക്കാനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. Adul, I agree. Cost can be a problem, but think about how they can help differently abled people. Anju, that's a great advantage. Robots can improve lives in many ways. The sentences above show agreement and disagreement. Write the sentences which express agreement and disagreement in the box below. Agreement, disagreement. Agreementil എന്തൊക്കെയാണ്? I agree they can do cool stuff. Disagreement, but there are also some downsides. Agreement, I totally get that. That's true. Exactly, I see your point, but I agree. That's a great advantage.
disagreemental. That's true, but Activity 5. Let us conduct a debate in the class on we cannot live without mobile phones. Form two groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. Let us list the important points from Group A and Group B. മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്താനാണ് പറയുന്നത്. അപ്പൊ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് എന്താണ്, ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ഗ്രൂപ്പ് എ അതിനെ സപ്പോർട്ട് ചെയ്യുക, പിന്നെയോ ഗ്രൂപ്പ് ബി അതിനെ ഓപ്പോസിറ്റ് ആയിട്ടോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരു മോഡറേറ്റ് ഇതിലേക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ എന്തൊക്കെയാണ്, യൂസ് ആൻഡ് അബ്യൂസ് ആണ് കേട്ടോ ഒരു നമ്മൾ കണ്ടെത്തേണ്ടത്. യൂസ്, easier and faster communication, making phone calls and sending messages, taking photos, recording videos and editing media, using maps and navigation apps for directions and locating tracking. And abuse, waste time, excessive use can lead to social isolation, can be misused for cyberbullying, cheating, etc. And addiction to mobile games, യൂസിൽ വാച്ചിങ് മൂവീസ്, ലിസൺ ടു മ്യൂസിക്, പ്ലേയിങ് ഗെയിംസ് ആൻഡ് റീഡിംഗ് ബുക്സ്. അതുപോലെ തന്നെ അബ്യൂസ്, പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്ട്രെയിൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. യൂസ് എന്നതിൽ എനബിൾ ക്വിക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് മെറ്റീരിയൽസ്. അബ്യൂസ്, മൊബൈൽ ഫോൺസ് ക്യാൻ ബി അഡിക്റ്റീവ് ആൻഡ് മേക്ക് us feel anxious or stressed when we cannot use them. Activity 6. Sarah has bought a washing machine from a popular outlet. Unfortunately, it has stopped working. Here's an email sent to the company to get it repaired. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് എന്താണ്, സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ബട്ട് എന്താണ്, ഇത് പ്രതീക്ഷിക്കാതെ അത് വർക്ക് ചെയ്ത് നിന്നു. ഹിയർ ഈസ് ആൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. റിപ്പയർ ചെയ്ത് പറയാൻ പറഞ്ഞിട്ട് എന്താണ്, ഒരു കമ്പനിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. ആ ഒരു ഇമെയിൽ എങ്ങനെയാണ് അയക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്, അത് നമ്മൾ ടു അല്ലേ, ആർക്കാണോ അയക്കുന്നത് അവിടെ ഒരു മെയിൽ ID കൊടുക്കുക, പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ എന്താണ്, കംപ്ലൈന്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ. ഇനി, സർ ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ. ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുടെ കമ്പനിയിൽ നിന്നൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ്. അത് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങളും പറഞ്ഞിട്ടാണ് അയച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ എന്താണ്, കോപ്പീസും ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സാറ എഴുതിയ ആളുടെ പേര്. ഇനി, റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ബട്ട് ദേ ഡിഡ് നോട്ട് ലിസൺ ടു ഹിം. സോ ഹി decided to register a complaint through email with the robot manufacturing company asking them to replace the പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പൊ ഇതുപോലെ എന്താണ്, ഈ ഒരു കംപ്ലൈന്റ് പാരന്റ്സ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അല്ലെ, റോബോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ റിക്കി ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ആർക്ക്, റോബോട്ടിനുണ്ടാക്കിയ മാനുഫാക്ചറിങ് കമ്പനിക്ക്. അപ്പൊ അതെങ്ങനെയാണ് എഴുതേണ്ടത്, ആദ്യം ഫ്രം റിക്കി അല്ലെ, ricky@gmail.com. ആർക്കാണോ അയക്കുന്നത് അവരുടെ മെയിൽ ID കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, എന്താണ്, പ്ലേസ്മെന്റ് ഓഫ് ദ മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. ഇനി, സർ my name is Ricky. My father purchased a robot from your company a few weeks ago, but it's not working properly. I think the robot is misprogrammed and does things that we don't want it to do. So can you please replace the robot with a new one? I have attached some pictures of the robot's problem. So kindly attend to the issue as soon as possible. താഴെ റിക്കി എന്ന് എഴുതുക. അപ്പൊ നേരത്തെ നമ്മളൊരു മെയിൽ കണ്ടല്ലോ അല്ലെ, അതുപോലെ ആണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. ഈ ഒരു എന്താണോ സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി 7. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്രോസ് വേർഡ് പസിൽ റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് ചോർസ് ഫോളോയിങ് ദ ഡയറക്ഷൻസ് ഗിവൺ. അപ്പൊ താഴെ തന്നിട്ടുള്ളത് കണ്ടില്ല, ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ ആ പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ആക്ടിവിറ്റി 8. റിക്കീസ് മദർ വാണ്ടഡ് ഹിം ടു ഡു വേരിയസ് ഹൗസ് ഹോൾഡ് ചോർസ്. Here is what she keeps telling him. റിക്കിയുടെ അമ്മ അവൻ പല വീട്ടുജോലികളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. Here is what she keeps telling him. എന്തൊക്കെയാണ് പറയുന്നത്, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി iron your t-shirt and trousers. Your parents too might have asked you to do certain
തിങ്സ് റൈറ്റ് എ ഫ്യൂ ഓഫ് ദം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ് പറയുന്നത് എന്താണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ പറയാം? ഓർഗനൈസ് യുവർ ടോയ്സ്, സോർട്ട് ആൻഡ് ഫോൾഡ് യുവർ ഡ്രസ്സസ്, ക്ലീൻ യുവർ ഡിഷസ് ആഫ്റ്റർ ഈറ്റിംഗ്, ബ്രഷ് യുവർ ടീത്ത് ആൻഡ് വാഷ് യുവർ ഫേസ് ബിഫോർ ബെഡ് ടൈം, സെർവ് ദ ടേബിൾ ഫോർ ഡിന്നർ, ഡസ്റ്റ് ദ ലിവിംഗ് റൂം. അല്ലെ, ഈ കാര്യങ്ങളൊക്കെ പറയില്ലേ? ഇനി എന്തൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു? നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക? ഫില്ലിംഗ് ദ ഫോളോയിങ് ടേബിൾ ബൈ ഗിവിംഗ് സം എക്സാമ്പിൾസ്. വൺ ഈസ് ഡൺ ഫോർ യു. എന്തൊക്കെയാണ്? മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. എന്താണ്? അമ്മ എൻ്റെ ഫുഡൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് തരുമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമോ? ഡാഡ് പ്ലീസ് ക്യാൻ യു പ്ലേ വിത്ത് മീ ചെസ്? എൻ്റെ കൂടെ ചെസ് കളിക്കുമോ? പ്ലീസ് ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ് ഫോർ എ വൈൽ? പുറത്ത് എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? മദർ വിൽ യു റീഡ് ദ ബെഡ് ടൈം സ്റ്റോറി ഫോർ മീ? എനിക്ക് ഉറങ്ങുന്ന സമയത്ത് കഥ പറഞ്ഞു തരുമോ? ആക്ടിവിറ്റി 9. Look at the following paragraph from the story. Off he went, running to his parents. Father, this butler robot is faulty. He has filched my things. I think they programmed him badly. Let us send him off. എന്താ പറയുന്നത്? ലുക്ക് അറ്റ് ദ ഫോളോവിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് നോക്കാനാണ് പറയുന്നത്. ഓഫ് ഹി വെന്റ് റണ്ണിങ് ടു ഹിസ് പാരന്റ്. അവൻ അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഈ ഒരു റോബോട്ടിന് എന്തോ തകരാറുണ്ട്. ഹി ഹാസ് ഫിൽച്ചഡ് മൈ തിങ്സ്. ഇവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചു. ഐ തിങ്ക് ദേ പ്രോഗ്രാം ഹിം ബാഡ്ലി. ഞാൻ വിചാരിക്കുന്നത് ഈ പ്രോഗ്രാം തെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. നമുക്ക് ഇവനെ പറഞ്ഞേക്കാം. നോട്ട് ദ സെന്റൻസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. Sentences like the above refer to an action completed in the past having its relevance in the present. എന്താ പറയുന്നത്? ഇറ്റാലിക്സിൽ നൽകിയിരിക്കുന്ന വാചകം ശ്രദ്ധിക്കുക. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചെരിച്ചെഴുതിയിട്ടില്ലേ? എന്താണ് ചെരിച്ചെഴുതിയിട്ടുള്ളത്? ഹി ഹാസ് ഫിൽച്ചഡ് മൈ തിങ്സ്. അവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചു. എന്നിട്ടോ സെന്റൻസസ് ലൈക്ക് ദ അബോവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാവിംഗ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസന്റ്. എന്താ പറയുന്നത്? മുകളിൽ പറഞ്ഞതുപോലുള്ള വാക്യങ്ങൾ ഭൂതകാലത്തിൽ പൂർത്തിയാക്കിയ ഒരു പ്രവൃത്തിയെ എന്താണ് വർത്തമാനകാലത്ത് പ്രസക്തമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി താഴെ നോക്കൂ. Try to find sentences of a similar pattern from the paragraph given below. Write them down in the space given. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് സമാനമായ പാറ്റേണുള്ള വാക്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നൽകിയിരിക്കുന്ന സ്ഥലത്ത് അവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. I have lived here for 30 years. I have always looked upon this place as my home. My children advised me against living here in my old age. There are no good hospitals here, but the government has promised the residents here a new multi-specialty hospital, which is expected to come up soon. I have realized that you cannot expect to have everything you like to have. I think you too have realized it. എന്താണ്? അതായത് 30 വർഷമായി ഞാനിവിടെ താമസിക്കുന്നു. ഈ സ്ഥലത്തെ എൻ്റെ വീടായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. എൻ്റെ വാർദ്ധക്യത്തിൽ ഇവിടെ താമസിക്കുന്നത് നല്ലതല്ലെന്ന് എൻ്റെ കുട്ടികൾ എന്നെ ഉപദേശിച്ചു. ഇവിടെ നല്ല ആശുപത്രികളൊന്നുമില്ല. പക്ഷേ സർക്കാർ ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്കും അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അതിന് സമാനമായിട്ടുള്ള, നേരത്തെ പറഞ്ഞില്ലേ എന്താണ് പാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള, അത് അങ്ങനെ സമാനമായിട്ട് വരുന്ന ആ ഒരു സെന്റൻസ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഞാനിവിടെ 30 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു കനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ ഇതാണ് അതിന് സമാനമായിട്ടുള്ള സെന്റൻസ്. Activity 10. You might have prepared some posters while observing Environment Day. Look at this sample posters. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22 ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ മക്കളെ. പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടൻറ്റ്, പിക്ചർ, ലേഔട്ട്, മെസ്സേജ് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അടുത്തത് നോക്കൂ മക്കളെ, പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്, മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്ലോഗൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം? ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്, ഡോണ്ട് ലെറ്റ് യുവർ സ്ക്രീൻ സ്റ്റീൽ യുവർ ലൈഫ് സീൻസ്, power down to power up your connections, disconnect to reconnect, balance your screen time, balance your life, put down the device, pick up life, screens off, real life on, stay present, limit the screen, digital detox, your mind deserves a break. അപ്പോൾ ഇതുപോലെയുള്ള സ്ലോഗൻസ് ഒരുപാടുണ്ടാവും, നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിയിടും കേട്ടോ. നല്ല കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.